സുന്നി ഐക്യ ശ്രമങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും ഐക്യം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ഏകോപന സമിതി രൂപീകരിക്കുമെന്നും കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേഠ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നമ്മോടൊപ്പമുണ്ട്. സമസ്ത വാർഷിക ദിനമാണ്. സുന്നി ഐക്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സുന്നി ഐക്യം ഇപ്പോഴും പ്രതീക്ഷകൾ ഉണ്ടല്ലോ, അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. ഉടൻ തന്നെ അത് സാധ്യമാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമോ? പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും കക്ഷികൾ ഇതിനെതിരെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതാരുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഐക്യത്തിന് യോജിപ്പുണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും തരത്തിൽ സുന്നി ഐക്യത്തിന് തടയിടുന്ന രൂപത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇതുവരെ ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമസ്തയുടെ ഈ സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമെന്നൊരു ചർച്ചകൾ സജീവമാകുമ്പോൾ അത്തരമൊരു ചില ആളുകൾ അതിന് എതിർപ്പുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോഴങ്ങനൊന്നുമില്ല. ഏതായാലും സാമുദായിക ഐക്യം അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് സമസ്ത യോജിച്ച് തന്നെ പ്രവർത്തിക്കുന്നല്ലേ? ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്നാണ് ഉദ്ദേശം. ഏത് രാഷ്ട്രീയമായി നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി സമസ്ത രൂപീകരിക്കുന്നുണ്ട്. അതിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉണ്ടാകുമോ? ആരൊക്കെ ഉണ്ടാകുന്ന തീരുമാനമായിട്ടില്ലാത്ത നമ്മൾ പറഞ്ഞല്ലോ. സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകളാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പങ്കുവച്ചത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ഷംസൂനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സേഠ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.